ചന്ദ്രികാ മുഖപ്രസംഗം 2025 നവംബർ 6 വ്യാഴം. ജനാധിപത്യത്തിന്റെ തിളക്കം. അമേരിക്കയുടെ ജനാധിപത്യ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ഏറ്റവും പ്രായം കുറഞ്ഞയാൾ, ആദ്യ മുസ്ലിം എന്നിങ്ങനെ ഒരേയൊരു വിജയത്തിലൂടെ ഒരുപാട് ചരിത്രങ്ങൾ മംദാനി തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് പോർക്കളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഉറച്ച നിലപാടാണ് അതിന്റെയെല്ലാം മുകളിൽ നിൽക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയപ്പോഴും ഒരു പതർച്ചയും പ്രകടമാക്കാതെ, നിലപാടിൽ നിന്ന് ഒരടിയും പുറകോട്ട് പോകാതെ നിലയുറപ്പിച്ച അദ്ദേഹം അടിവരയിട്ടിരിക്കുന്നത് അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്ന ആത്യന്തിക യാഥാർത്ഥ്യത്തിനാണ്. ഒരു മുസ്ലിം, ഒരു കുടിയേറ്റക്കാരന്റെ മകൻ, പലസ്തീനിനെ തുറന്നു പിന്തുണച്ച ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രവർത്തകൻ, ട്രംപിനെയും വലതുപക്ഷ കൺസർവേറ്റീവ് രാഷ്ട്രീയത്തെയും തുറന്ന് വിമർശിച്ച യുവ രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങിയ എല്ലാ തിരിച്ചറിയലുകളും ചേർന്ന ഒരാളെയാണ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളിൽ ഒന്നായ ന്യൂയോർക്ക് തങ്ങളുടെ നേതാവായി അംഗീകരിച്ചിരിക്കുന്നത് എന്നതാണ് അത്ഭുതകരമായ വസ്തുത. സാധാരണയായി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അംഗീകാരത്തിന് തടസ്സമാകുന്ന ഈ ഘടകങ്ങളെ ന്യൂയോർക്കിലെ ജനങ്ങൾ പുതിയൊരു സാധ്യതയായി കണ്ടിരിക്കുകയാണ്. സൊഹ്റാൻ മേയറായാൽ ഞാൻ ന്യൂയോർക്കിന് $1 പോലും നൽകില്ല. നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആൻഡ്രൂ കുമോയെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടും ന്യൂയോർക്ക് അത് വെറും വായാടിത്തമായി മാത്രം കാണുകയാണ് ചെയ്തിരിക്കുന്നത്. 11/9 ഭീകരാക്രമണം മറക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞ ഇസ്ലാമോഫോബിയയും മതവിരുദ്ധ പ്രചാരണങ്ങളും പുകഞ്ഞുയർന്നിട്ടും ജനങ്ങളൊന്നാകെ മംദാനൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ്. മംദാന്റെ വിജയം അമേരിക്കൻ ജനാധിപത്യത്തിന് കരുത്തു പകരുകയാണെങ്കിൽ, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത് വൻ വോട്ട് കൊള്ളയാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തെളിവ് സഹിതമുള്ള തുറന്നുപറച്ചിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷയായി തീരുകയാണ്. സംസ്ഥാനത്ത് 25 ലക്ഷം കള്ളവോട്ടുകളാണുണ്ടായിരുന്നതെന്നാണ് കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കിയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടിംഗ് നടക്കാനിരിക്കെയാണ് വോട്ട് കൊള്ള ആരോപണത്തിൽ ആറ്റം ബോംബിന് പിന്നാലെ H-ഫയൽസ് എന്ന പേരിൽ ഹൈഡ്രജൻ ബോംബും രാഹുൽ പൊട്ടിച്ചിരിക്കുന്നത്. കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് രാഹുൽ പുറത്തുവിട്ട ഓരോ തെളിവുകളും രാജ്യത്തിന്റെ ജനാധിപത്യത്തിനുമേൽ പതിച്ചുകൊണ്ടിരിക്കുന്ന കനത്ത പ്രഹരങ്ങൾക്കുള്ള ഉദാഹരണമായി തീർന്നിരിക്കുകയാണ്. ഹരിയാനയിൽ ആകെ 2 കോടി വോട്ടർമാരാണുള്ളത്. ഇവിടെ 25 ലക്ഷത്തോളം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു. അതായത് സംസ്ഥാനത്തെ 8/1 കള്ളവോട്ടാണെന്നും അദ്ദേഹം തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യാജ വോട്ടർമാരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെട്ടവരും ഉള്ളതായി UPയിലും ഹരിയാനയിലും ഒരുപോലെ വോട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് വോട്ടർമാരുള്ളതായും UPയിലെ BJP നേതാക്കൾക്ക് വരെ ഹരിയാനയിൽ വോട്ട് ചെയ്തതായും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. ഈ ആരോപണങ്ങളൊന്നും നിസ്സാരമെന്ന് മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ നടന്ന കള്ളവോട്ടിന്റെ അന്തർ-സംസ്ഥാന ബന്ധങ്ങളിലേക്കുള്ള സൂചനകൾ കൂടിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും തൊട്ടുപിന്നാലെ നടക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാന ഫലങ്ങളിലുമുണ്ടായ പൊരുത്തക്കേടുകളാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ വിശദമായ വിശകലനത്തിന് വിധേയമാക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് രാഹുൽ ഒരുക്കിയ 40-അംഗ സംഘം നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. തെറ്റായ വിലാസങ്ങളിൽ ലക്ഷക്കണക്കായ കള്ളവോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്യപ്പെട്ടത്. തുടർന്ന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒടുവിലിപ്പോൾ ഹരിയാനയിലും നടത്തിയ പരിശോധനകളിലും വ്യാപകമായി നടന്ന കൃത്രിമങ്ങൾ മറനീക്കി പുറത്തുവന്നിരിക്കുകയാണ്. സമാന സാഹചര്യമാണ് ബീഹാറിലും BJPയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും, എന്നാൽ ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ജനാധിപത്യത്തെയും ജനവികാരങ്ങളെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കപ്പെട്ട 2 സംഭവങ്ങളാണ് ഇന്നലെ അമേരിക്കയിലും ഇന്ത്യയിലും ഉണ്ടായിരിക്കുന്നത്. ന്യൂയോർക്ക് മേയർ മംദാനിയുടെ വിജയവും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകളും അത്യന്തികം വിജയം സത്യത്തിനു മാത്രമായിരിക്കുമെന്ന പ്രഖ്യാപനത്തിനായി തീർന്നിരിക്കുകയാണ്. പക്ഷേ അതിന് അചഞ്ചലമായ ആത്മവിശ്വാസവും അനന്യസാധാരണമായ ഇച്ഛാശക്തിയും കൂടിയേ തീരൂ എന്ന് ഇരുവരും അടയാളപ്പെടുത്തുകയാണ്. ഇനി ഖുർആനിൽ നിന്ന്.
നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അന്നേരത്ത് അവൻ ഇപ്രകാരം പറഞ്ഞേക്കും: എൻ്റെ രക്ഷിതാവേ, അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത്? എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 63 വചനം 10. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി. ശബ്ദം ഫർസാന ഷെരീഫ്, ഇരുമ്പുഴി.